ഇന്ത്യയും ശ്രീലങ്കയും സംയുക്തമായി ആതിഥ്യം വഹിക്കുന്ന ICC ട്വന്റി ലോകകപ്പിന് ഇന്ന് തുടക്കമാകുകയാണ്. വിവാദങ്ങൾക്കിടെയും ലോകകപ്പ് ആവേശത്തിലേക്ക് ക്രിക്കറ്റ് ലോകം സഞ്ചരിക്കുകയാണ്. ട്രിപ്പിൾ ഹെഡർ മത്സരത്തോടെയാണ് ലോകകപ്പിന് ഇന്ന് തുടക്കമാകുന്നത്. ശ്രീലങ്കയിലെ കൊളംബോയിൽ ഇന്ന് രാവിലെ 11 മണിക്ക് ആരംഭിക്കുന്ന മത്സരത്തിൽ പാകിസ്ഥാൻ നെതർലൻഡ്സിനെ നേരിടും. ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് നടക്കുന്ന മത്സരത്തിൽ കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡനിൽ വെസ്റ്റ് ഇൻഡീസ് സ്കോട്ട്ലൻഡിനെ നേരിടും. ഇന്ന് രാത്രി 7 മണിക്കാണ് നിലവിലെ ചാമ്പ്യന്മാരായ ഇന്ത്യ മുംബൈയിലെ വാങ്കഡെ സ്റ്റേഡിയത്തിൽ USA നേരിടുന്നത്. ലോകകപ്പിലെ ആദ്യ മത്സരത്തിൽ പാകിസ്ഥാനെ നെതർലൻഡ്സ് ടീം ഞെട്ടിപ്പിക്കുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഏത് വമ്പൻ ടീമിനെ ഞെട്ടിപ്പിക്കാൻ കഴിയുന്ന ടീമാണ് നെതർലൻഡ്സ്. ലോകകപ്പിലെ കറുത്ത കുതിരകളെന്ന് അവരെ വിശേഷിപ്പിക്കാം. 2020 റാങ്കിങ്ങിലും ഫോമിലുമെല്ലാം പാകിസ്ഥാൻ ഏറെ മുന്നിലാണെങ്കിലും നെതർലൻഡ്സിനെ വില കുറഞ്ഞു കാണാൻ കഴിയില്ല. സൽമാൻ അലി ആഹ നയിക്കുന്ന പാകിസ്ഥാൻ ടീമിന് മഴ കാരണം ലോകകപ്പിന് മുമ്പ് അയർലൻഡിനെതിരെയുള്ള സന്നാഹ മത്സരം കളിക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാലും ശക്തരായ ഓസ്ട്രേലിയക്കെതിരെ 2020 പരമ്പര നേടിയതിന്റെ ആവേശത്തിലാണ് പാകിസ്ഥാൻ ടീം. ഇന്ന് നടക്കുന്ന വെസ്റ്റ് ഇൻഡീസ് സ്കോട്ട്ലൻഡ് മത്സരത്തിൽ സ്കോട്ട്ലൻഡ് ടീം ഏറെ ശ്രദ്ധ ആകർഷിക്കുകയാണ്. ലോകകപ്പിൽ നിന്നും ബംഗ്ലാദേശ് പുറത്തായപ്പോൾ അവർക്ക് പകരമായി ലോകകപ്പിൽ കളിക്കാൻ അവസരം കിട്ടിയ സ്കോട്ട്ലൻഡ് ടീം ലോകകപ്പിൽ അത്ഭുതം കാണിക്കുമോ എന്നാണ് ക്രിക്കറ്റ് ലോകം ഉറ്റുനോക്കുന്നത്. ഓസ്ട്രേലിയയും ഇംഗ്ലണ്ടിനെയുമൊക്കെ മുമ്പ് വിറപ്പിച്ചിട്ടുള്ള സ്കോട്ട്ലൻഡ് ടീം ഇന്ന് വെസ്റ്റ് ഇൻഡീസിന് ഭീഷണിയാകുമോ എന്ന് കണ്ടറിയാം. മികച്ച കളിക്കാരുമായിട്ടാണ് കരീബിയൻ പടയും ലോകകപ്പിന് എത്തിയിരിക്കുന്നത്.